ഹായ് ഓൾ, ഇന്ന് ഡേ 2 ഓഫ് സ്റ്റഡിയാണ്. അപ്പം ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഞാൻ ഫസ്റ്റ് 10 ഡേയ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബെയർ ആക്ട് മാത്രമാണ്. ഇന്നലെ ഞാൻ ഒരു ഗൈഡ് വെച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ബെയർ ആക്ട് നോക്കുവാണ്. അപ്പോൾ ഇന്നലെ നോക്കിയ ടോപ്പിക്സിൽ തുടക്കത്തിൽ പ്രിയാമ്പിളൊക്കെ ആയിരുന്നു ഗൈഡിൽ നോക്കിയത്. അപ്പോൾ അതും കൂടി ഇന്ന് അതിൻ്റെ ബെയർ ആക്ടിലുള്ള ഇതും കൂടി ഒന്ന് നോക്കി. പിന്നെ ഉച്ച സമയത്താണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. ഇപ്പം ഇന്ന് ഫുഡ് കഴിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു 11:30 ഒക്കെ ആയപ്പം കുഞ്ഞിനെ ഉറക്കി കിടത്തിയ ശേഷം ഒരു 12 മണി തൊട്ട് ഒരു 1:15 വരെയുള്ളൊരു ടൈം, ഒരു 1 അവർ, ഓൾമോസ്റ്റ് 1 അവറൊക്കെയാണ് കിട്ടിയത്. ആ 1 അവറാണ് ഞാൻ ഇരുന്ന് പഠിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുകയാണ്. ഇതിനിടയിൽ ബ്രേക്കൊന്നും എടുത്തില്ല. പിന്നെ ബെയർ ആക്റ്റിൽ ഇന്ന് റൈറ്റ് ടു ഇക്വാളിറ്റി വരെ നോക്കിയിട്ടുണ്ട്. അതുവരെ ഒന്ന് പഠിച്ചു. കുറച്ച് നാളായിട്ട് നോക്കാതിരിക്കുകയാണ്. അപ്പോൾ ടച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്താണ് പോകുന്നത്. സ്ലോ ആയിട്ടാണ് പോകുന്നത്. 10 ദിവസത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും കുറച്ച് മനസ്സിലാക്കി പോവുകയാണ്. പിന്നെ കേസ് ലോസൊക്കെ ഒന്ന് നോട്ട് ചെയ്താണ് പോകുന്നത്. അണ്ടർലൈൻ ചെയ്താണ് പോകുന്നത്. പിന്നെ ബെയർ ആക്റ്റിൽ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഫുള്ള് നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടി വരും. ബെയർ ആക്റ്റിലുള്ള ഓരോ വേർഡ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ന് നൈറ്റും കൂടി കുറച്ച് സമയം പഠിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് കേസ് ലോസൊക്കെ ഒന്ന് ബുക്കിൽ എഴുതി വെച്ച് ഒന്ന് പഠിക്കണം. പിന്നെ പറ്റുമെങ്കിലൊന്ന് കാണാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഷോർട്ട് നോട്ടൊക്കെ എഴുതണം. നൈറ്റ് ഇരുന്ന് ചെയ്യാമെന്നാണ് പ്ലാന്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാനായിട്ട്. അതിന് മുമ്പ് ഇതുവരെ പഠിച്ചതൊന്ന് റിവിഷൻ ചെയ്യാനുണ്ട്. കേസും ഫസ്റ്റ് തൊട്ടുള്ള എല്ലാം റിവിഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. കുറച്ച് എഴഞ്ഞാണ് പഠിത്തം, എങ്കിലും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങല്ലേ, ആ ഒരു ഫ്ലോയിലോട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ റിവിഷൻ ചെയ്യാനാണ് ഏറ്റവും മടിയുള്ള കാര്യം. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് തള്ളി കൊണ്ടുപോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. റിവിഷൻ ചെയ്താൽ മാത്രമേ പഠിക്കാനും പറ്റൂ. പിന്നെ ആദ്യം വിചാരിക്കും ഡെയിലി റിവിഷൻ ചെയ്യണമെന്ന് വിചാരിക്കും. പിന്നെ അത് വീക്ക്ലി ആവും, പിന്നെ മന്ത്ലി ആവും, പിന്നെ റിവിഷനേ ചെയ്യാതെ ആവും. അതാണ് ഏറ്റവും വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫലമില്ലാതാകുന്നത് റിവിഷൻ ഇല്ലാതാകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ റിവിഷന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് നൈറ്റ് ഇരുന്നിട്ട് ഇതുവരെ പഠിച്ചതൊന്ന് റിവിഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എത്ര ലേറ്റായാലും കുഴപ്പമില്ല, റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് പഠിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനി നൈറ്റിന് മുമ്പ് ഇതിനിടയ്ക്ക് ടൈം കിട്ടിയാൽ കുറച്ച് നോക്കണം. ടൈം കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇനി ഈ 1:15 കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾ ഉറങ്ങാൻ ചാൻസ് കുറവാണ്. പിന്നെ നൈറ്റ് മാത്രമേ ഉറങ്ങുള്ളൂ. നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങും. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ വരെ, നൈറ്റ് ഒരു 8 മണിക്കൊക്കെ ഉറങ്ങിയാൽ രാവിലെ ഒരു 5 മണി വരെ എന്തായാലും ഉറങ്ങും. അപ്പോൾ ആ സമയം മാത്രമാണ് എനിക്കുള്ളത്. അതിനിടയ്ക്ക് പകൽ വേറെ സമയം അങ്ങനെ കിട്ടാറില്ല. പൊതുവേ അവളങ്ങനെ ഉറങ്ങാറില്ല. പിന്നെ എനിക്ക് ടേബിളിലൊക്കെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കംഫർട്ട് ഇങ്ങനെ കസേരയിലിരുന്നോ ബെഡിലിരുന്നോ തറയിലിരുന്നോ ഒക്കെ പഠിക്കുന്നതാണ്. ബെഡിലിരുന്ന് പഠിക്കുമ്പോൾ മിക്കപ്പോഴും ഉറക്കം വരാറുണ്ട്. എങ്കിലും കസേരയിലിരുന്ന് പഠിക്കാൻ, മേശയൊക്കെ എടുത്തിട്ട് പഠിക്കാൻ ഒരു മടിയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം തറയിലിരുന്ന് പഠിക്കാനാണ്. തറയിലിരുന്ന് പഠിക്കുമ്പോൾ ഒരു വല്ലാത്ത ഊർജ്ജമാണ്. നമ്മൾ ഈ എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസമൊക്കെ നമുക്ക് മേശ എന്നിട്ട് അങ്ങനെയൊന്നും ഇരുന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തറയിലൊക്കെ എല്ലാ ബുക്കും കൂടി വാരിയിട്ട് അങ്ങനെ പഠിക്കുമ്പോൾ ഉള്ളൊരു എനർജി ഇതുപോലെ അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിക്കുമ്പോൾ കിട്ടില്ല. പിന്നെ ആൾമോസ്റ്റ് ഒരു 90% വിചാരിച്ചതുപോലെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നൈറ്റും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ ഫുള്ള് കവർ ചെയ്യാം. കുറച്ചും കൂടി ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പോർഷൻസ് ഇതായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ടോപ്പിക്സ് ആയാലും പഠിക്കുന്നത്. അപ്പോൾ ഇനി ഡേ 3 ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.